എൻ്റെ പേര് സന്തോഷ്. ഞാൻ കോട്ടയം ജില്ലയിൽ നീണ്ടു പഞ്ചായത്ത് മേക്കാവ് അമ്പലത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ചിരട്ട മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരും എന്നെ പഠിപ്പിച്ചതല്ല. ഞാൻ സ്വന്തമായിട്ട് ഒരു ചെറിയ കപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ തുടങ്ങിയ ഒരു ഇതാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ ഓരോ ഐറ്റം ഉണ്ടാക്കി വിഗ്രഹങ്ങളായി. എനിക്ക് നേരത്തെ കെട്ടിടം പണിയായിരുന്നു. സിമെൻറ്റെ പോലും ഒരു വിഗ്രഹങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാനാണ് ഈ ചിരിയില്ലാത്ത ചെറിയ ചിരട്ട കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു വയലിൻ ഉണ്ടാക്കിയായിരുന്നു. അത് അറിയാവുന്ന 2-3 പേര് വായിച്ചു. അത് ശരിയാണെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അതിൽ നിന്നൊരു സൗണ്ട് കേട്ടപ്പം ശരിക്കും കുളിര് കോരിപ്പോയി. ഏത് വർഷമാണ് ഇങ്ങനെ ഈ ഒരു ചിരട്ടയുടെ ഈ ഒരു പരിപാടി തുടങ്ങിയത്? 2 വർഷമാകുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എങ്ങനെ ആദ്യം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നോ? എനിക്കൊരു മേലായിക്ക് വന്ന് നട്ടലിനകൽച്ചയായിട്ട് കിടപ്പായിരുന്നു. അങ്ങനെ ഏറ്റവും വന്ന് അടുക്കളയിൽ കുറേ ചിരട്ട കിടക്കുന്നുണ്ട്. അത് എടുത്തോണ്ട് വന്ന് ഒരു ചെറിയൊരു കപ്പ് ഉണ്ടാക്കി നോക്കി, ഒരു വിളക്കുണ്ടാക്കി നോക്കി. അന്ന് അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, വലിയ കാര്യമായിരുന്നു. വഴിയ പോകുന്നവരെല്ലാം വിളിച്ചു കാണിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ പണിത് അതിന് സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇഷ്ടം പോലെ സമയമുണ്ട്, വേറെ എങ്ങും പോകാനില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നു. അപ്പൊ അസുഖമായിട്ട് കിടപ്പ് വീട്ടിൽ തന്നെയായിരുന്നു. അതെങ്ങനെയാ? അസുഖം വീണതാണോ? അല്ല, നേരത്തെ എനിക്ക് കെട്ടിടം പണിയായിരുന്നു. അന്നേരം നിലന്നൊക്കെ ഒത്തിരി വീണിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ വന്നപ്പോഴത്തേന് നേരെ പിന്നെ എനിക്ക് കസേര നേക്കാൻ പോലും മേലാതെ കിടപ്പായിരുന്നു. ആരെങ്കിലും പിടിച്ച് ഏൽപ്പിച്ചാൽ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഒരു ഇതിൽ മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഏറ്റുവന്ന് ആ ഒരു ഇതിൽ കടന്ന എന്നെ ഇങ്ങനെ കെട്ടിടം പണിയെന്ന് മാറ്റി ദയവായിട്ട് എനിക്കൊരു വഴി ഒരെണ്ണം അടഞ്ഞപ്പോഴത്തേനും ഒന്ന് തുറന്നെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഇത് തന്നു. ഞാനത് ആ ഒരു വർക്കേൽ ഞാൻ മുറുകെ പിടിച്ച് ഞാൻ നിൽക്കുന്നു. ഈ ആദ്യം കപ്പുണ്ടാക്കി, അതിനുശേഷം വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം, അതെങ്ങനെയാണ്? അതിൻ്റെ വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയത്? പിന്നെ ഞാൻ ഒരു വിളക്കുണ്ടാക്കിയായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടാക്കി പണിത് വന്ന് വേറെ ഓരോ ഇതിലൊക്കെ ആയി. അങ്ങനെ വന്ന് പിന്നെ സ്ഥിരം ഇതാലായി. എനിക്കൊരു ആശാനില്ലല്ലോ, ആരോടെങ്കിലും ഒരു സംശയം ചോദിക്കാനായിട്ടില്ല. അപ്പം അങ്ങനെ വന്ന് ഇത് പണിത് വന്നപ്പോഴാണ് ഈ ആദ്യം ഉണ്ടാക്കിയാനല്ല ഭയങ്കര വളമായിരുന്നു. അപ്പം എനിക്ക് തന്നെ ഒരു നാണക്കേടായിപ്പോയി. ഞാൻ ഇതാണല്ലോ എല്ലാവരും കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വേറെ ആവശ്യത്തിനൊക്കെ അതിൽ നിന്നൊക്കെ കണ്ടിച്ചൊക്കെ എടുക്കുമായിരുന്നു, വിളക്കാന്നൊക്കെ. അങ്ങനെ വന്നതാണ്. ഈ വയലിനാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര അട്രാക്ഷനായി മാറിയത്, ആൾക്കാർ മേടിക്കുന്നൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അതിൻ്റെ ഒരു പ്രോസസ്സ് പറയാമോ? അത് ഉണ്ടാക്കുന്നതിൻ്റെ എങ്ങനെ ഈ വയലിൻ അതിൻ്റെ ഒരു ഇപ്പം എത്ര നാളെടുക്കും ഇത് ഉണ്ടാക്കാനൊക്കെ? ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പം എനിക്കിത് ഇതിൻ്റെ കറക്റ്റ് അളവ് കിട്ടണമായിരുന്നു. അപ്പോൾ ഈ സാധനം ആരും നമുക്ക് തരത്തില്ല. പുതിയത് പറഞ്ഞാൽ മേടിച്ച് നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അവനിങ്ങനെ വയലിൻ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതറിഞ്ഞ് ഞാൻ ഇവിടുന്ന് പേപ്പറും പേനായും ടേപ്പും ഒക്കെ ആയിട്ട് അവൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചു. സാധനമുണ്ട്. അപ്പോൾ അതൊന്ന് തരാമോ, എനിക്ക് അളവെടുക്കാനാണെന്ന് പറഞ്ഞ്. അപ്പോൾ അവനറിയാം ഞാൻ ചിരട്ടയിൽ വർക്ക് ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ ചിരട്ട ചെയ്യാനാണോന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ട് തന്നു. ഞാൻ അവൻ്റെ തിണ്ണായിരുന്നു തന്നെ ഞാൻ ഇത് വരയ്ക്കാനായിട്ട് ഇങ്ങനെ പേപ്പറെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേന് എന്നോട് പറഞ്ഞു, ചേട്ടാ നിൻ്റെ ആവശ്യത്തിന് നീ ഇത് കൊണ്ടുപോയി മൊത്തം നിൻ്റെ ആവശ്യം കഴിഞ്ഞ് വരച്ചിട്ട് നീ ഇങ്ങനെ തിരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവൻ പറഞ്ഞായിരുന്നു, ഇത് ആരും കൊടുത്തു വിടുന്നതല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ആ വായിക്കുന്ന സാധനം അന്ന് വേറൊന്നും അറിയത്തില്ല, അതെനിക്ക് വേണ്ട, നമുക്ക് വായിക്കാനും അറിയത്തില്ലല്ലോ, അത് വേണ്ടെന്നും പറഞ്ഞു ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മൊത്തം വരച്ചെടുത്ത് അതിൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്ത് ഞാൻ അന്നേരം തന്നെ തിരിച്ചു കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പം നമ്മുടെ ഈ അളവ് കിട്ടി. പിന്നെ ഇത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ 1 മാസത്തോളം ഇതിൻ്റെ പുറകെ നടന്ന് എങ്ങനെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക. ആ പിടിയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഇത് എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് വളവായി പോകും. അപ്പോൾ പീസാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ വന്ന് എന്തായാലും തുടങ്ങുക എന്നുള്ള ഇതിൽ ഞാൻ കുറേ ചിരട്ട കണ്ടിച്ചിട്ട് ആ അടി മേളും ഉണ്ടാക്കി സൈഡെല്ലാം ഒട്ടിച്ച് കറക്റ്റ് അളവ് കറക്റ്റായിരുന്നു. അത് കാരണം അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ആ പിടി എന്നൊക്കെ പറഞ്ഞാൽ 7 പീസായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് സാധനങ്ങൾ വിറ്റിക്കണം. അതിന് ഞാൻ കടയിൽ പോയി കട തിരക്കി വയലിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന അവിടെ ചെന്ന് വെച്ച് ഞാൻ ഈ ഫോട്ടോ കാണിച്ച് എനിക്ക് ഇങ്ങനെ ഇതൊന്ന് തരാമെന്ന് ചോദിച്ചു, ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പറ്റത്തില്ല. അവർ 3 ഉണ്ടെങ്കിലേ ഉള്ളൂ. അവിടെ വെളിയിൽ നിന്ന് ആളെ വിളിക്കുവാണ് ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അവരോട് ചോദിച്ചായിരുന്നു, ഈ
ഇത് തന്നെ ചിരട്ട കൊണ്ടായിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ചേട്ടാ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം അതും നടക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇതിൻ്റെ സാധനങ്ങൾ തരാമോ എന്ന് ചോദിച്ചു. അവർ സാധനങ്ങൾ തന്നു. അപ്പോൾ ഞാൻ അറിയാവുന്നതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്ന് കവറെല്ലാം പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേനും 4 കമ്പിയുണ്ട്. ഈ 4 കമ്പി 4 പേരെഴുതി വെച്ചേക്കുന്നു, AGDE എന്നൊക്കെ പറഞ്ഞു. ഇതെതിലെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓർത്ത് ഒരേപോലത്തെ കമ്പി ആയിരിക്കും എന്ന് ഓർത്ത് ഇങ്ങനെ മാറ്റം വന്നു. ഉടനെ ഞാൻ വയലിൽ ഇങ്ങനെ പിടിച്ച് നോക്കി. അപ്പോൾ ഇവിടെ നിന്നാണ് വായിക്കുന്നത്. അപ്പോൾ വലിയ കമ്പി ആദ്യം, എനിക്ക് എന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. അപ്പം വലിയ കമ്പി ഇവിടുന്ന്, അങ്ങനെ വലുത് ഈ സൈഡ് തൊട്ട് അങ്ങേ അറ്റത് ചെറുത്, ഒത്തിരി വായിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ചെറുത്. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഈ ബോ എടുത്ത് ഒന്ന് ഇങ്ങനെ ഉരച്ച് നോക്കി. നോസിൽ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതായാലും ഞാൻ ഈ ബോ ഇട്ട് എല്ലാവരും ഉരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും ചുമ്മാ ഉരച്ച് വെച്ച് ഒന്ന് എടുത്ത് വെച്ച് നോക്കി. നമ്മുടെ നഖത്തേട്ട് ഉരയ്ക്കുന്ന പോലെ ഒരു സൗണ്ടും ഇല്ല. അപ്പോൾ എൻ്റെ കാശ് പോയി. എന്നാലും ഞാൻ എടുത്ത് വെച്ച് എപ്പോഴും ഞാൻ ഇങ്ങനെ 2 ദിവസമായിട്ട് ഞാൻ ഇതിനെ ഈ കവർ തുറന്നു നോക്കും. കാര്യം ഭംഗിയുണ്ട് കാണാനുണ്ട്, പക്ഷേ സൗണ്ട് കേട്ടണമല്ലോ. അങ്ങനെ ഇരുന്ന് ഇവിടെ അമ്പലത്തിൽ വരുന്ന ഇടയ്ക്കാ കൊട്ടുന്ന അപ്പോൾ പുള്ളി ഇത് സ്വരങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു സൗണ്ട് കേട്ടോ? ഞാൻ പറഞ്ഞില്ല, കേട്ടില്ല, ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു. എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പുള്ളിയാണ് ഇത് ബോയിട്ട് ഉരച്ചേച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൗണ്ട് കേട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എനിക്ക് കുളിർ പോരുവാണ്. എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു സൗണ്ട് എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് സത്യമുള്ള കേസാണ്. പുള്ളിയുടെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വയലിനുണ്ട്, അവനെ കൊണ്ട് വായിപ്പിക്കാം, അവനെ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എനിക്ക് സമാധാനമില്ല. ഞാൻ പറഞ്ഞ് അത് വേണ്ട ചേട്ടൻ ഇന്ന് കൊണ്ടുപോകും, വായിച്ചിട്ട് എനിക്കൊരു വീഡിയോ തന്നാൽ മതി, ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കവർ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പോയി കവർ മേടിച്ച് അങ്ങനെ കൊടുത്തു വിട്ട് ആ കൊച്ച് വായിച്ച് എനിക്ക് വീഡിയോ ഇട്ടു. രാവിലെ ഈ സാധനം കൊണ്ടുമ്പോൾ എന്നോട് പറയുന്നത് ഇത് അവൻ ടൈറ്റ് ചെയ്തപ്പോഴത്തേനും ഇതിൻ്റെ 2 കമ്പി പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സൗണ്ട് കേട്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞു. അന്നേരം പറയുന്നത് ഈ കമ്പിയെല്ലാം തിരിഞ്ഞു പോയി. ഇവിടം തൊട്ടല്ലായിരുന്നു, നേരെ തിരിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു 2 പൊട്ടിയില്ല, അപ്പം സാധനം മേടിക്കാൻ പോകുന്നുണ്ട്, ഞാൻ മാറിക്കോളാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കടയിൽ ചെന്ന് 2 കമ്പി പൊട്ടിപ്പോയി. 2 കമ്പി തരാൻ പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഒരു പാക്കറ്റ് താ, നാളെ ഇത് പിന്നെ അഴിക്കണമല്ലോ. അഴിച്ച് കഴിയുമ്പോഴത്തേന് പിന്നെയും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ വരണം. ചേട്ടാ സൗണ്ട് എല്ലാം കേട്ടായിരുന്നു. എന്നാലാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. ഇവരെല്ലാം വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് നിങ്ങളൊരു മഹാസംഭവം, എനിക്ക് ഫസ്റ്റിലത്തെ അവാർഡാണ്. ഇത് ഒരു പീസ്. ഓക്കെ. ഇതിങ്ങനെ ഒരെണ്ണം, ഇതിൻ്റെ അടിയിലത്തെ വേറെ ഒരെണ്ണം, ഇത് ഇവിടം വരെ ഇതും ഓരോന്ന്, ഇത് വേറെ, ഇത് 3 പീസായിട്ട് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒട്ടിച്ച്. അന്നേരം ഇത് നേരെയും വേണം ഇങ്ങനെ നോക്കിയാൽ. ഇത് നല്ല റിസ്ക് ഉള്ള ഒരു പണിയാണ്. ഇത് ഇത്രയൊന്നും ആക്കിയെടുക്കുക എന്നുള്ളത്. ഈ നേരെ വേണം, ഇതിൻ്റെ സെൻറ്റർ വരണം, ഇതിന് തിരിവ് വന്നാൽ പിന്നെ ഈ ചായ്വ് നോക്കണം. ഇത് നേരെയല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇച്ചിരി ചാഞ്ഞ കിടക്കണം, എന്നാലേ ഈ കമ്പിയായിട്ട് ഇതാകത്തുള്ളു. അവസാനമാണ് നല്ല പണിയാ. പിന്നെ വായിച്ചു കഴിയുമ്പോൾ അയ്യോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇതും പിന്നെ പഠിക്കാൻ വല്ല പ്ലാനുണ്ടോ? ഇത് തന്നെ ആകും. അതെല്ലേ, തന്നെ പഠിക്കേണ്ടി വരും. ഇനി എനിക്ക് അങ്ങനെയല്ല, മൊത്തം വായിക്കാനായിട്ടല്ല, എനിക്ക് ആ സ്വരങ്ങള് സരിഗമ പദനിസ അതൊന്ന് എങ്ങനെയാലും പഠിക്കണമെന്ന് ഉണ്ട്. ഞാൻ അതിന് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ചിലർ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, ഓരോ സാരി ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ കൈ വെക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാണ് ബോ എങ്ങനെയാ പിടിക്കേണ്ടത്, വയലിൽ എങ്ങനെയാ പിടിക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പം എത്ര വയലിൻ ഇപ്പം അത് കഴിഞ്ഞിപ്പോൾ ഇപ്പം ഇത്ര നാളുമായി, ഇപ്പം 2 വർഷം അല്ലേ? ഈ വയലിനുണ്ടാക്കിയിട്ട് 1 വർഷം പോലും ആയില്ല. ഇപ്പം എത്ര വയലുണ്ടാക്കി കാണും? ഇപ്പം 5 എണ്ണം ആയിട്ടുണ്ട്. ആരെല്ലൊക്കെ പറഞ്ഞ് ഇപ്പം മേടിക്കാൻ വരുവോ അല്ലെ, അങ്ങനെ രീതിയിലേക്കായോ? ഉണ്ട്, വരുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് വയലിനിസ്റ്റുകളെ ആരെങ്കിലും ഇത് കൊടുത്ത് വായിപ്പിക്കും അങ്ങനെയൊക്കെ അല്ലേ?
പിന്നെ ഇതൊരു 4 ദിവസം ഞാൻ ഒരുത്തൻ്റെ പുറകെ നടന്നു. എൻ്റെ ഒരു സ്നേഹിതൻ തന്നെയാണ്, വയലിൻ MA എടുത്ത ആളാണ്. അവനെ ഒന്ന് കണ്ടു കിട്ടാണ്ട് ഞാൻ ഈ ഫോണും പിടിച്ചുകൊണ്ട് എന്നും രാവിലെ അവൻ്റെ വീട്ടിൽ ചെല്ലുന്ന പ്രോഗ്രാമിന് പോകും. ഞാൻ ചെല്ലുമ്പോഴത്തേന് കടന്ന് ഉറക്കമായിരിക്കും. ഇങ്ങനെ നടന്ന് ഈ 5-ാം ദിവസം ഞാൻ അവിടെ ചെന്ന് കതക തട്ടി. അവിടെ ആളുണ്ട്, വണ്ടിയുണ്ട്, ആളുമുണ്ട്, പക്ഷേ ഏൽക്കുന്നില്ല. ഇറങ്ങി പോരാട്ട് നിൽക്കുമ്പം കതകിൻ്റെ ഓടാമ്പലെടുക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ആളൊന്ന് ഏറ്റ് കിട്ടിയാൽ നേരിട്ട് കണ്ടാൽ ഇത് വായിക്കും, എന്തേലും സംഭവം ആകും അറിയാമായിരുന്നു. അങ്ങനെ ഏറ്റു വന്ന് ഞാൻ അവനോട് പറഞ്ഞു, 5-ാമത്തെ ദിവസം വരുന്ന ഞാൻ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒന്ന് വായിച്ചിട്ട് ഒന്ന് കേൾക്കാനായിട്ടാന്ന് പറഞ്ഞു. എന്തേലും സൗണ്ട് കൊച്ചു പാടിയപ്പോഴത്തേനും കിട്ടിയായിരുന്നു, അതേലും ഒന്ന് വായിച്ച് കിട്ടണം, എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടി വന്നു. ഉച്ച കഴിഞ്ഞ് നീങ്ങിയ പോലും നമുക്കിത് തകർത്തേക്കാമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോഴേ എനിക്ക് പൂർണ്ണമായി. പറഞ്ഞ അങ്ങനെ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇതുമായിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് അപ്പം ഈ ബ്രിഡ്ജ് ഇത് പൊക്കി വെക്കുന്നത് അതിന് ഇച്ചിരി പൊക്കക്കൂടുതലായിരുന്നു. ഞാൻ ആ കൊണ്ടുവന്ന സാധനം തന്നെ നമുക്കിത് അറിയത്തില്ലല്ലോ, അത് തന്നെ എടുത്ത് കയറ്റി വെച്ചാണ് കമ്പിയെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ അവൻ പറഞ്ഞത് പൊക്കം കുറയ്ക്കണം, അവൻ പറയുന്ന പോലെ കുറച്ച് വന്ന് പിന്നെ ഇച്ചിരി കുറയ്ക്കണം. അങ്ങനെ കുറച്ച് ഇതും വായിച്ചതാണ് ശ്രുതിയിൽ നിന്ന് ഉയരുന്നുള്ള ആ ഒരു പാട്ട് ഫസ്റ്റിലേക്ക് കേൾക്കുന്നത്. അങ്ങനെ തുടങ്ങിയതാണ്. 2ാമത്തെ വയലിനുണ്ടാക്കി ഒരെണ്ണം മ്യൂസിയത്തിൽ കൊടുത്തായിരുന്നു. അത് 2ാമത്തതുമായിട്ട് ചെന്നപ്പോഴത്തേനും അവൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറയുന്നു, ഇനി നീ ഇതുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പാട്ട് പഠിപ്പിച്ചേ വിടുവുള്ളൂ എന്ന് പറഞ്ഞു. ഈ പിന്നെ ഈ വയലിനല്ലാതെ ചിരട്ട കൊണ്ട് വേറെന്തൊക്കെയാണ് ഇപ്പം വേറെന്തെങ്കിലും ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയേക്കുന്നത്? ഇത് ആരും ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞാൽ വാക്കിംഗ് സ്റ്റിക്ക് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. വാക്കിംഗ് സ്റ്റിക്ക് ഇതിനകത്ത് കൂടെ ഒരു കമ്പി ഇട്ടിട്ടുണ്ട്, ഇത് ബലത്തിന് വേണ്ടി. 220 പീസാണ്, ചെറിയ പീസ്. ഇത് ഒട്ടിച്ചൊട്ടിച്ച് കയറിയതാണ്. ഇതൊരു 7 പീസ് ലെയറായിട്ട് എടുത്തൊട്ടാക്കിയതാണ്. എനിക്ക് ഉറപ്പായിട്ടും കുത്താം, അകത്ത് കമ്പിയുള്ള കാരണം, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. ഞാൻ പോലും കുത്തിയാൽ ഞാൻ താഴെ പോകും. ഒരു വയലിനുണ്ടാക്കാൻ എത്ര നാളെടുക്കും മൊത്തത്തിൽ? ഇപ്പം എനിക്കൊരു 3 ആഴ്ച മിച്ചം മതി. 3 ആഴ്ച. അന്ന് എനിക്ക് 1.5-2 മാസത്തോളം ഞാൻ ഇതിൻ്റെ എല്ലാം പുറകെ നടന്നായിരുന്നു. അപ്പോൾ ഒരു ഇത് കിട്ടി. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് കുറച്ചുകൂടെ ഇതുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഞാൻ ഏത് വിഗ്രഹം ഉണ്ടാക്കിയാലും അതിൻ്റെ മുഖം ആദ്യം ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഉണ്ടാക്കി ഒന്ന് മുഖം മാറിക്കഴിഞ്ഞാൽ എൻ്റെ വർക്ക് മൊത്തം പോകും എന്ന് പറഞ്ഞ പോലെ ഇതിന് ഒരു മുഖം ഉണ്ടാക്കി. ഇത്രയും വന്നപ്പോഴത്തേന് എനിക്കറിയത്തില്ല ഇത്രയും വലിപ്പം വരുമെന്ന്. ഇത് വന്ന് പടത്തെ നോക്കി മുഖം ഞാൻ ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ പടത്തെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റൗണ്ട് വരുന്നത് ഈ കണ്ണിൻ്റെ അവിടെ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇത് കണ്ടില്ല, ഇത്രയും പീസ് ഞാൻ ഒട്ടിച്ചെടുത്തു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയ. ഈ ഒരിക്കലും ഓർത്തതല്ല ഇതിങ്ങനെയൊക്കെ വരും. ചുമ്മാ വെച്ച് നോക്കാം, അന്നേരം കിട്ടുന്ന ഇതാണ്. ഇതിനു മുമ്പ് ഈ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും മേഖല കൈവച്ചിട്ടൊന്നുമില്ല. കെട്ടിടം പണിയായിട്ട് നടന്ന ഞാൻ യാദൃശികമായിട്ടാണല്ലേ ഇതിലേക്ക്? തീർച്ചയായിട്ടും. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡോക്ടർ വിളിച്ചു, വേറെ ഒന്നും കൊണ്ട് തോന്നരുത്, ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകുള്ളൂ. അപ്പം ഇങ്ങനെ ഈ നടുവേദന വന്ന് കടന്ന കാരണമാണ് ഇങ്ങനെ ഉള്ളിൽ കിടന്ന ഈ കഴിവ് വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും കെട്ടിടം പണിയായിട്ട് നടക്കുകയുള്ളായിരുന്നു പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞിട്ടാണ് മറ്റേ ഭാരത് സേവാ സമാജ് എന്നും പറഞ്ഞ് ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ച ഒരു ഇതാന്ന് പറഞ്ഞ് അതിനൊരു അവരുടെ നമ്പർ കൊടുക്കുവാണ്. അവിടുന്ന് വിളി വരും, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറയുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു അവാർഡിന് വേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ഈ 24 ദേശീയ പുരസ്കാരം കിട്ടിയായിരുന്നു. അന്നൊരു 6 അടി പൊക്കത്തിന് ഞാൻ ഒരു നിലവിളക്ക് ഉണ്ടാക്കി അഴിച്ചെടുക്കാവുന്ന ഒരു 3 മാസം എടുത്ത് പണിതാണ്. പിന്നെ ഗുരുദേവനെ ഉണ്ടാക്കിയായിരുന്നു. വിഗ്രഹമായിട്ട് ആദ്യം ചെയ്യുന്ന ഗുരുദേവന. അപ്പം അങ്ങനെ ചെയ്ത് ഇപ്പം ഗുരുദേവനായി, ശ്രീകൃഷ്ണനെ ഉണ്ടാക്കി, അയ്യപ്പനുണ്ടാക്കി, ഗണപതിയായി, ഇപ്പം ബുദ്ധനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബുദ്ധൻ അത് 2.25 അടി പൊക്കമുണ്ട്. അതങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് ഓർഡർ തന്ന പുള്ളി പറയുന്നത്. ഫുള്ള് ചിരട്ടയല്ലേ? ഫുള്ള് ചിരട്ട. ഞാൻ ഒരു തടിയുടെ അംശവും നമ്മൾ ചേർക്കത്തില്ല. ഈ വീട്ടിലാരൊക്കെ ഉണ്ട്? വീടിനെ കുറിച്ച് ഒന്ന് പറയാം. വീട് ഭാര്യ, 3 മക്കള്. 3 മക്കളാ? 2 ആണും 1 പെണ്ണും. മൂത്തയാള് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, ലുലുമാളി KFCയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 2ാമത്തെ ആള് ഛത്തീസ്ഗഡ് ഇന്ത്യൻ കോപ്പി യൂസി വർക്ക് ചെയ്യുന്നു. 3ാമത്തെ പെങ്കൊച്ച്, അത് ഇപ്പം ആന്ധ്രയിൽ നേഴ്സിംഗ് 4ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. ഒരു കുഴപ്പമില്ലാതെ നമ്മൾ രാവിലെ ഇങ്ങോട്ട് ചാടുന്നു. അപ്പം അതിൽ നിന്ന് വന്നുവെന്നാണ് പിന്നെ ഞാനിങ്ങനെ തപ്പി. അപ്പോൾ വയലിനായി ഇതിങ്ങനെ
വയലിനങ്ങോട്ട് കണ്ടമാനം ഒത്തിരി വീഡിയോകൾ ഇപ്പോൾ 28 ഇത് യൂട്യൂബ് ഫേസ്ബുക്കായിട്ട് 28 പേര് വന്നു. മനോരമ വന്നു, മാതൃഭൂമി വന്നു, പേപ്പറിൽ, പിന്നെ TV ചാനൽ 8 വന്നു. ഇതെല്ലാം വരുന്നതിൻ്റെ കാരണം നമ്മളിങ്ങനെ പുതിയത് ഉണ്ടാക്കുന്ന കാരണമാണ്. ഞാൻ ഇന്നും ആ ചിരട്ട ഞാൻ അകംഭാവമായിട്ട് പറയുന്നതല്ല, കപ്പ് പൊതുവായിട്ടിരുന്നാൽ ഒരു മനുഷ്യൻ അറിയത്തില്ലായിരുന്നു. നമ്മളങ്ങനെ വെറൈറ്റി തപ്പി. അപ്പോൾ ആരും ചെയ്യാത്തതൊക്കെ ചെയ്യുമ്പോഴത്തേന് ആൾക്കാരിലേക്ക് ഒരു ഇത് വരും. അങ്ങനെ വന്നുവെന്നാണ് ഒരു ഇടയ്ക്ക ഉണ്ടാക്കിയത്. ഇത് മൊത്തം ഈ കുറ്റിയും ചിരട്ടയാണ്, ഈ വട്ടം ഇതെല്ലാം ചിരട്ട തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്കിത് കൊട്ടുന്ന കമ്പും കൂടെ ചിരട്ടയിലാക്കാമെന്ന് പറഞ്ഞ് ഇതാരും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇത് ചെറിയൊരു കമ്പി ഇതിനകത്തിട്ടുണ്ട്, അല്ലെ ഇത് ഒടിഞ്ഞു പോകും. അങ്ങനെയാണ് ഇതും ചിരട്ടയിലാക്കിയത്. ഇപ്പൊ പൊടിപ്പിന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഇതുണ്ട്, പൊടിപ്പൂടെ ഇട്ടാലാണ് ഇടയ്ക്കാട് ഒരു ഇതുള്ളു. ഞങ്ങള് ഇടയ്ക്ക ഉണ്ടാക്കി ഇവിടെ കൊട്ടിയ അവൻ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഗൂഗിളിൽ പറയുന്നത് അങ്ങനെ തപ്പിയാൽ കിട്ടിയല്ലെന്നാണ് പറയുന്നത്. ഇടയ്ക്ക ഉപയോഗിക്കാൻ പറ്റുന്ന ഇടയ്ക്ക തപ്പിയാൽ കിട്ടിയല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അതും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ സൗണ്ട് ഇതും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല, കൊട്ടാൻ അറിയത്തില്ല. അതിൽ നിന്നാണ് ഞാൻ തൃശ്ശൂരുള്ള ഒരാളെ വിളിച്ചായിരുന്നു. പുള്ളി തടി കൊണ്ട് ഉണ്ടാക്കുന്ന ചെണ്ട, ഇടയ്ക്ക ഇതെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന, ഫുള്ളായിട്ട് ഉണ്ടാക്കി തോലിട്ട് എല്ലാം ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അത് വിളിച്ച് പുള്ളിയുടെ നിന്നാണ് ഞാൻ അളവെല്ലാം മേടിക്കുന്നത്. ഏതൊരു ഇതിനും അളവ് കറക്റ്റ് ആയിരിക്കണം. അത് മാറിയാൽ ചിലപ്പോൾ സൗണ്ടിൽ ഇതിൽ വ്യത്യാസം വരും. അപ്പോൾ അതെനിക്കറിയാം. അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും അവൻ അളവെല്ലാം പറഞ്ഞ്. പക്ഷെ അവൻ പറഞ്ഞത് 50 ഇതിൻ്റെ കുറ്റി ഉണ്ടാക്കിയാൽ 20 തന്നെ ഉള്ളു നല്ല രീതിക്കുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഒരെണ്ണല്ലേ ഉണ്ടാക്കുന്നത്, അത് എങ്ങനെ വരും? പിന്നെ ഒരൊറ്റ ധൈര്യം, ഞാൻ ഏത് വർക്ക് ചെയ്താലും നമ്മുടെ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അതെന്നു വെച്ചാൽ ഇത് തോലുണ്ട്, ഈ സാധനത്തിന് എന്തായാലും തോലിടുന്നു. തോലെ കൊട്ടുമ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് കിട്ടുമല്ലോ. ആ ഒരു മൈൻഡായിരുന്നു. ഉണ്ടാക്കി വന്ന് അറിയാവുന്ന കൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുണ്ട് ഒരു ചിൽ പോലത്തെ ഒരു സൗണ്ട് ഇതിന് കിട്ടും. നമ്മുടെ മനസ്സിൽ ആ ഒരു ഇതുണ്ട്. പക്ഷെ കൊട്ടാൻ അറിയത്തില്ല, എന്നാലും കേൾക്കുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ. പക്ഷെ എന്തായാലും അത് കിട്ടി. അന്ന് ഇതുണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ അമ്പലത്തിൽ ദീപാരാധന സമയം അത് കൊട്ടി കേൾക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുപോലെ ഒന്നും ഇനി കിട്ടിയല്ല. ഇനി ഞാനിപ്പോഴും പ്ലാൻ ഉണ്ടാക്കുന്നത്, ഇനി ഈ സാധനം ഞാൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ആഗ്രഹം സാധിച്ചു. എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കണം, അതിൽ നിന്നൊരു സൗണ്ട് കേൾക്കണമെന്നുള്ള അത് സാധിച്ചു. ഞാനിത് വലുതാണെന്നും പറഞ്ഞ് ഞാൻ ഒരു 10 ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഈ ഒരു സൗണ്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല.